Hey, hello, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ മോസ്റ്റ് പവർഫുൾ UV ആൻഡ് UVB പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഫൈറ്റ്സ് ഫ്രീ റാഡിക്കൽ ഡാമേജ്. ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ 98% നമുക്ക് സ്കിൻ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അത് മാത്രമല്ല നമ്മുടെ സ്കിൻ നല്ല രീതിക്ക് മോയ്സ്ചറൈസ് ചെയ്യാനും സൂത്തൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സൺസ്ക്രീൻ ഇതാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമുക്കറിയാവുന്ന ഒരു സൺസ്ക്രീൻ ആണ്. കുറേ വൈറലായിട്ടുള്ള ഒരു സൺസ്ക്രീൻ കൂടെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആയിരുന്നു ഈ ഒരു കോൺഷ്യസ് കെമിസ്റ്റിൻ്റെ ബെറി ബ്രൈറ്റ് സൺസ്ക്രീൻ. ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കുകയാണെങ്കിൽ ജെല്ലായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആണോ നോക്കുകയാണെങ്കിൽ ഒരു മീഡിയം തിക്നെസ്സിൽ വരുന്ന ഒരു ജെൽ കൺസിസ്റ്റൻസിയാണ്. അതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പം അബ്സോർവ് ആയി പോകുന്നുണ്ട്. ഇതിനൊരു പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. നമ്മുടെ സ്കിന്നിലോട്ട് ബ്ലെൻഡ് ചെയ്യുമ്പം ഒരു പർപ്പിൾ കളറാണ് വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. നമ്മൾ എപ്പോഴും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. അതിനു മുന്നേ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ടാവണം. അതിന് ശേഷം വേണം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ മോയ്സ്ചറൈസർ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് ആ ഒരു മോയ്സ്ചറൈസറിൻ്റെ ആ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ സ്കിന്നിലോട്ടൊന്ന് പെനിട്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് ആഴ്ന്നിറങ്ങാനുള്ള ആ ഒരു സമയം നമ്മൾ കൊടുക്കണം. നമ്മുടെ സ്കിന്നിലേക്ക് ആ ഒരു മോയ്സ്ചറൈസേഴ്സിൻ്റെ ആ ഒരു ബെനിഫിറ്റും കൂടെ നമുക്ക് വേണമല്ലോ. അതിനുള്ള സമയം കൊടുത്തിട്ട് വേണം നമ്മൾ സൺസ്ക്രീൻ എപ്പോഴും അപ്ലൈ ചെയ്യാൻ വേണ്ടി. ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ശരിക്കും ഒരു മീഡിയം ആയിട്ടുള്ള ഒരു തിക്ക് കൺസിസ്റ്റൻസി ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ക്യുക്കായിട്ട് അബ്സോർവ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒട്ടും തന്നെ എഫേർട്ട് എടുക്കാണ്ട് ഭയങ്കര ക്യുക്കായിട്ട് തന്നെ സ്മൂത്തായിട്ട് തന്നെ അബ്സോർവ് ആയി പോകുന്നുണ്ട്. കാരണം ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതോടൊപ്പം നമുക്ക് പറയേണ്ട കാര്യം, ഒരു അടിപൊളി കിഡിലനായിട്ടുള്ള ലവബിൾ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ഫ്രൂട്ടി ഫ്രാഗ്രൻസ് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ ഭയങ്കര അഫോർഡബിൾ പ്രൈസ് ആണ്. നമുക്കിപ്പം ഇതിൻ്റെ ആ ഒരു നെറ്റ് ക്വാണ്ടിറ്റി ML മാറുന്നതിനനുസരിച്ചിട്ടാണ് പ്രൈസ് വേരിയേഷൻ വരുന്നത്. നമുക്ക് ആമസോണിലും നൈക്കിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നല്ല ഓഫർ ഉണ്ട്. ഞാൻ എന്താണെങ്കിലും വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങളൊരു ഓയിലി സ്കിന്നുകാർ ആണെങ്കിലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സൺസ്ക്രീനാണ് കേട്ടോ. നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട് കേട്ടോ. എൻ്റെത് ഒരു ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, അതായത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര തിക്കായിട്ട് ഫീൽ ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ ഒക്കെ പ്രൊഡക്റ്റാണ് ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്, എനിക്ക് ഇഷ്ടപ്പെടുന്നത്. ശരിക്കും ഇതൊരു അമേസിങ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ തന്നെയാണ് കേട്ടോ. ഇത് വീണ്ടും നമുക്ക് റീപർച്ചേസ് ചെയ്യാൻ എന്താണെങ്കിലും തോന്നും. അപ്പോൾ ഞാൻ സൺസ്ക്രീൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സൺസ്ക്രീൻ്റെ ആപ്ലിക്കേഷനും കൂടെ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ നിങ്ങളെ പെർഫെക്റ്റ് ആയിട്ട് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇതിൽ മെയിനായിട്ട് വരുന്നത് നിയാസിനമൈഡ് ആൻഡ് ബ്ലാക്ക്ബെറി ആണ് കേട്ടോ. ബ്ലാക്ക്ബെറി എക്സ്ട്രാക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പോഴ്സ് ഒക്കെ നല്ല രീതിക്ക് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓയിലി സ്കിന്നുകാർക്കെന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്കിൻ ടൈപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പം ഓയിൽ സെക്രീഷൻ അല്ലെങ്കിൽ ഓയിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര കൂളായിരിക്കും. ആ ഒരു എക്സസ് ഓയിലിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ആണ്. നീഡഡ് ക്വാണ്ടിറ്റി പ്രൊഡക്റ്റ് എടുത്തിട്ട് നമ്മുടെ ഫേസിലും അതോടൊപ്പം തന്നെ നെക്കിലൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട്, ഇവിടെ ഞാൻ വീഡിയോ എടുക്കുന്ന വേണ്ടിയിട്ട് ഫേസിൽ മാത്രമുള്ള അപ്ലൈ ചെയ്ത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നീഡഡ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് നന്നായിട്ട് നമ്മുടെ ഫേസ് ഓവറോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പുറത്ത് പോകുന്നതിന് മുന്നേ എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ് ബിഫോർ എങ്കിലും മുന്നേ വേണം നമ്മൾ സൺസ്ക്രീൻ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവാൻ. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ ഫേസിൽ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കാണാൻ പറ്റും. ഓൾറെഡി നമ്മൾ പറഞ്ഞു പർപ്പിൾ കളറാണെന്ന്. അതോടൊപ്പം തന്നെ നല്ലൊരു ഗ്ലോ, അതായത് നല്ലൊരു റേഡിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ലേ? മുന്നത്തെക്കാളിലും കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് എൻ്റെ ഫേസിൽ നല്ലൊരു ഡിഫറൻസ് വന്നിട്ടുണ്ടല്ലോ. ശരിക്കും ഈ ഒരു സൺസ്ക്രീനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഹൈബ്രിഡ് ലൈറ്റ് വെയിറ്റ്, അതോടൊപ്പം തന്നെ മെയിൻറ്റെയിൻ സ്കിൻ ബാരിയർ, അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് ഒക്കെ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ലൊരു മോയ്സ്ചറൈസേഷനും പിന്നെ ഡീപ്പായിട്ടുള്ള
ഒരു ഹൈഡ്രേഷനൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്കിലും സൺസ്ക്രീൻ ആയതുകൊണ്ട് തന്നെ ഓരോ 2 അവേഴ്സ് കഴിയുന്തോറും നിങ്ങൾ റീഅപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങളിപ്പോൾ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സൺസ്ക്രീനാണ്. കാരണം നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരുന്നുണ്ട്. ഒട്ടും തന്നെ ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തതിന് ശേഷം ഓക്സിഡൈസിങ് ഫീൽ ഇല്ല കേട്ടോ. നമ്മുടെ സ്കിന്ന് ചില സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡാർക്കറായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് അങ്ങനെയൊന്നും തോന്നില്ല. പിന്നെ ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ഒട്ടും തന്നെ സ്റ്റിക്കി ഫീലിംഗ് ഒന്നും ഇല്ല കേട്ടോ. അതായത് ഗ്രീസി ആയിട്ടൊന്നും തോന്നില്ല. ക്വിക്ക് അബ്സോർപ്ഷൻ ആണ്. പിന്നെ നമുക്ക് ഭയങ്കര അഫോർഡബിൾ പ്രൈസിൽ അവൈലബിൾ ആണ്. കുറേ അധികം ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൺ റിലീഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 98% പ്രൊട്ടക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് കാരണം ഇതിൽ SPF 15 PA++ ഒക്കെയാണല്ലോ വന്നിട്ടുള്ളത്. ശരിക്കും നമുക്കൊരു ഡ്യൂയി ഫിനിഷ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് വിത്തൗട്ട് ലീവിങ് എനി വൈറ്റ് കാസ്റ്റ്. വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ അനുഭവപ്പെടുന്നില്ല. ഇനി നമ്മൾ ഇൻഗ്രീഡിയൻസിന്റെ കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിയാസിനമൈഡ് അതോടൊപ്പം തന്നെ ബ്ലാക്ക്ബെറി എക്സ്ട്രാക്ട് ആണെന്ന്. അതുകൊണ്ട് തന്നെ റിച്ച് ഇൻ ആന്റി ഓക്സിഡൻസ്, അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് ആ ഒരു പോഴ്സ് ഒക്കെ നന്നായിട്ട് മിനിമൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതിന് കാരണം ഇതിൽ അടങ്ങിയിട്ടുള്ള നിയാസിനമൈഡ് ആണ് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ നല്ല രീതിക്ക് സൂത്തൻ ചെയ്യാനും ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് നല്ലൊരു സ്മൂത്ത് ടെക്സ്ചറൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് സെറാമൈഡ്സ് ആണ്. നമ്മുടെ പോഴ്സ് ഒക്കെ നന്നായിട്ട് മിനിമൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്കൊരു ബ്രൈറ്റനിങ് ഒന്ന് കൊണ്ടുവരുന്നുണ്ടല്ലോ, അതിന് കാരണക്കാരൻ നമ്മുടെ നിയാസിനമൈഡ് ആണ് കേട്ടോ. ഞാൻ ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ ബിൽഡ് എ റേഡിയന്റ് ആൻഡ് മോർ ഈവൻ സ്കിൻ ടോൺ ഓവർ ടൈം. അത് തന്നെയാണ്, നമുക്കൊരു ഗ്ലോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഗ്ലോ ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ ഡാർക്കർ ഒന്നും ആക്കുന്നില്ല ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പം. അതോടൊപ്പം തന്നെ UV ആൻഡ് UVB പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പോഴ്സ് ഒക്കെ മിനിമൈസ് ചെയ്യുന്നുണ്ട്. മോയ്സ്ചറൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് സ്മൂത്ത് ടെക്സ്ചർ ആക്കുന്നുണ്ട്. ഒന്ന് സൂത്തനിങ് ആക്കുന്നുണ്ട്. അതൊക്കെയാണ് നമ്മളൊരു സൺസ്ക്രീനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫൈറ്റ്സ് ഫ്രീ റാഡിക്കൽ ഡാമേജ്, ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ ഒരു സൺസ്ക്രീൻ വാങ്ങുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. എല്ലാ എക്സ്പെക്റ്റേഷനും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സൺസ്ക്രീൻ ആണ്. അതോടൊപ്പം തന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതോടൊപ്പം ഇനി അടുത്തായിട്ട് പറയേണ്ട കാര്യം, നിങ്ങൾ ഇനി ഒരു സെൻസിറ്റീവ് സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം അപ്ലൈ ചെയ്യുക. പിന്നെ സ്വെറ്റ് റെസിസ്റ്റൻ്റ് ആണ് കേട്ടോ. നമ്മൾ ചില സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് വേർത്തൊലിക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ശരിക്കും അമേസിംഗ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. അഫോർഡബിൾ പ്രൈസിൽ അവൈലബിളും ആണ്. എല്ലാവർക്കും വാങ്ങിച്ച് യൂസ് ചെയ്താൽ റിസൾട്ട് കിട്ടുന്ന നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എന്താണെങ്കിലും ഈ ഒരു റിവ്യൂ യൂസ്ഫുൾ ആയെന്നാണ് എൻ്റെ വിശ്വാസം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും നമ്മൾ ഷെൽഫിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ഡയറക്റ്റ് സൺലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഏരിയയിലൊന്നും വെക്കരുത്. അതോടൊപ്പം തന്നെ ക്ലീൻ ആൻഡ് അതായത് റൂം ടെമ്പറേച്ചർ ഡ്രൈ ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയയിൽ വേണം സൺസ്ക്രീൻ നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എപ്പോഴും സൺസ്ക്രീനിൻ്റെ ഈ ഒരു ക്യാപ്പൊക്കെ നമ്മൾ നല്ല രീതിക്ക് ടൈറ്റൻ ആക്കണം. പിന്നെ നമ്മുടെ കണ്ണിലും വായിലൊന്നും പോകാതെ ശ്രദ്ധിക്കുക. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ബെറി ബ്രൈറ്റിൻ്റെ സൺസ്ക്രീനിൻ്റെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ 249 രൂപയാണ്. പക്ഷേ ഇത്രയും എമൗണ്ട് ഇല്ല കേട്ടോ. നമ്മൾ നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല ഓഫറിൽ ഇപ്പം നമുക്ക് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണെങ്കിൽ നമ്മൾ ഈ ഒരു ചെറിയ പാക്ക് വാങ്ങിച്ചാൽ മതി. ഇത് 20 ഗ്രാം ഓഫ് പ്രൊഡക്റ്റ് ആണ്. ഇതിൻ്റെ വലുത് വേണമെങ്കിൽ പ്രൈസിൽ കുറച്ച് ഡിഫറൻസ് വരും. പക്ഷെ നല്ല ഓഫറിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ശരിക്കും വാങ്ങിച്ചാൽ ഒരു നഷ്ടമില്ലാത്ത കിടിലൻ സൺസ്ക്രീനാണ്. പറയാൻ വേറെ ഒന്നുമില്ല ഈ ഒരു സൺസ്ക്രീനെ കുറിച്ചിട്ട്.